നീ ആരാ? എന്തിനാ എന്നെയും ചുമന്നോട്ട് ഇങ്ങനെ പോകുന്നു? പറയുന്നില്ല, ഈ പറയണ്ട. ഒരുപാട് ദൂരം പോവാനുണ്ടോ? ഉണ്ടെങ്കിൽ ഞാനൊരു കഥ പറയാം. യാത്ര മടുക്കണ്ടല്ലോ. എന്തേ? എന്നാ കേട്ടോ. സമയം രാത്രിയാണ്. വിജനമായ വഴിയിലൂടെ ഒരു പെൺകുട്ടി നടന്നു വരികയായിരുന്നു. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ആ ചെറുപ്പക്കാരൻ ആ സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടത്? അത് സമയം രാത്രിയാണ്. അതുകൊണ്ട് അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒപ്പം ചെല്ലണം. താരമായി വന്നു നീ, മൗനമാകെ നിൻ കണ്ണിൽ മിന്നുമ്പോ രാത്രി നീളേ നിൻ കൂട്ടായി വരാ. ഉണരവേ പാർമുകിലിലെ വെൺ താരമായി വന്നു നീ. ഒന്നു നിന്നുവോ മൗനം ചുണ്ടിലൂറിയോ, രാത്രി മുല്ല തൻ ഗന്ധം നിന്നെ മൂടിയോ, പുതുമഴ പോലെ വന്നു ചേർന്നു മെല്ലെ മെല്ലെ ഞാൻ. ഉണരവേ പാർമുകിലിലെ വെൺ താരമായി വന്നു നീ. ഉത്തരം തെറ്റ്. അവളെ കയറി പിടിക്കണം, വലിച്ചിഴച്ച് ഇരുട്ടുമൂടി കിടക്കുന്ന ഒരു മൂലയിലേക്ക് കൊണ്ടുപോകണം. കാമത്തിന്റെ കാട്ടുനായ്പല്ലുകൾ കൊണ്ട് കടിച്ചു കൂടണം. കുറെ നേരമായില്ലേ നടപ്പ് തുടങ്ങിയിട്ട്. എന്നാൽ ഞാൻ വേറൊരു കഥ പറയാം. എന്തേ? പണ്ട് ഒരു വീട്ടിൽ ഒരു എലി ചത്തു. അതിനെ കൊണ്ടുപോകാൻ ഒരു പണിക്കാരനെയും ഏർപ്പാടാക്കി. 100 രൂപയും കൊടുത്തു. ഇത്തവണ കിണറ്റിൽ വീണ് ചത്തത് ഒരു നായയാണ്. കൊടുത്തത് രൂപ 500. അങ്ങനെ ഇരിക്കെ ഗൃഹനാഥന്റെ മകളുടെ പെണ്ണുകാണൽ ചടങ്ങെത്തി. ഇനിയൊരു ചോദ്യം. എലിയെ കൊണ്ടുപോകാൻ വന്നവർക്ക് 100 രൂപയും നായയ്ക്ക് 500 രൂപയും കൊടുത്ത ഗൃഹനാഥൻ മകളെ കൊണ്ടുപോകാൻ വന്നവർക്ക് എത്ര രൂപ കൊടുക്കണം? അതിന് എലിയും നായുമൊക്കെ ഒരു ബാധ്യത ആയതുകൊണ്ടല്ലേ പണം കൊടുത്തത്. മകളങ്ങനല്ലോ. ഉത്തരം തെറ്റ്.
മകളെ കൊണ്ടുപോകാൻ വന്നവർക്ക് കൊടുക്കേണ്ടത് 10 ലക്ഷം രൂപയും പുത്തൻ കാറും. അവസാനമായി ഒരു കഥ കൂടി പറയാം. ചോദ്യം ഇതാണ്: ആ സന്ദർഭത്തിൽ അവളുടെ അമ്മ അവളോട് എന്താണ് പറയേണ്ടത്? അവളൊരു പെൺകുട്ടിയാണ്, അതുകൊണ്ട് അവളെ വിലക്കണം. നീ എവിടെ പോകുന്നു? ഫുട്ബോൾ കളിക്കാൻ. ഫുട്ബോള്? പെങ്കൊച്ചാണെന്നുള്ള ബോധം വേണം ആദ്യം. കേറിപ്പോയകത്ത്. ശരി ഉത്തരം. ഇപ്പോഴാണ് നിങ്ങൾ ഒരു പുതിയ മനുഷ്യനായത്. ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ട യോഗ്യതകൾ നിറഞ്ഞ ഒരുത്തൻ. ഇനി യാത്ര തുടരാം.